ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുരുമുളക് കൊണ്ട് ഒരു കൂട്ടാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം. കടായി അടുപ്പത്ത് വെച്ചു, ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു സ്പൂണ് കൊത്തമ്പാലപ്പൊടി, ഒരു സ്പൂണ് ജീരകവും, പിന്നെ ഒരു 8-10 ചെറിയ ഉള്ളിയും ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുക. അത് കൂടെ കഴിഞ്ഞ് ഒരു സ്പൂണ് കുരുമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് കൂടെ ചേർക്കാം. ഒരു സ്പൂണ് കുരുമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയതിൻ്റെ ശേഷം നമുക്ക് അത് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു സ്പൂണ് കടുകും, ഒരു 1/2 സ്പൂണ് ജീരകവും, പിന്നെ ഒരു സ്പൂണ് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് നല്ല പൊരിഞ്ഞതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ല വഴറ്റിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഒരു ചെറിയ നെല്ലിക്ക സൈസിന് പുളി എടുത്തിട്ട് അത് നല്ല പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് പിന്നെ ഉപ്പും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം ആണ് നമ്മൾക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കുക. ഇത് ചേർത്തിട്ട് കുറച്ച് വെള്ളം മാതിരിയല്ല ഉള്ളത്. ഇതിനി കുറച്ച് കുറുകുന്ന വരേക്ക് നമ്മൾ അടുപ്പ് ഫുള്ളിലേ വെച്ചിട്ട് നല്ല ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല കുറുകി വരട്ടെ. അതുവരേക്കും നമുക്ക് തിളപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല കുറുകിയ കുരുമുളക് കറി ആയിട്ട്. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയ കാരണം കൊണ്ട് നല്ല കോൾഡ് പിടിച്ചതിനും പനിക്കും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ജീരകവും കുരുമുളകും പിന്നെ അതിൻ്റെയൊക്കെ ഫ്ലേവർ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതേമാതിരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുമാതിരിയുള്ള വീഡിയോകളായിട്ട് വരാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.